നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്ത് കിട്ടി എന്ന് ഉറ്റുനോക്കുകയാണ്. റെയിൽവേ മേഖലയ്ക്ക് ചില പ്രഖ്യാപനങ്ങളൊക്കെ കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത് ശബരിമലയ്ക്ക് വളരെ അടുത്ത് ട്രെയിൻ എത്തും വിധം ശബരിപാത നടപ്പാക്കുമെന്നാണ്. 2 അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട്. എന്നാൽ പദ്ധതി വൈകില്ല എന്നതാണ് കേന്ദ്രമന്ത്രി നൽകുന്ന മറ്റൊരു ഉറപ്പ്. മാത്രമല്ല, കേരളത്തിന് UPA സർക്കാർ നൽകിയ രൂപയുടെ കണക്കൊക്കെ നിരത്തിയായിരുന്നു കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. UPA സർക്കാർ നൽകിയതിന്റെ 7 ഇരട്ടി വർധനയാണ് മോദി സർക്കാർ വരുത്തിയതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ 2 വന്ദേ ഭാരത് ട്രെയിനുകളും ഹിറ്റാണ്. എന്നാൽ ഈ വളവുകൾ കാരണം ചിലതിന് വേഗത്തിൽ ഓടാൻ ആകുന്നില്ല. കേന്ദ്രം കേരളത്തിൽ റെയിൽവേ അടിസ്ഥാന വികസനത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. 35 സ്റ്റേഷനുകൾ നവീകരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ 92 ഫ്ലൈ ഓവറുകളും 34 നടപ്പാതകളും 48 ലിഫ്റ്റുകളും നിർമ്മിച്ചു. അമൃത് ഭാരത് സ്റ്റേഷനുകളും മികച്ച രീതിയിൽ പൂർത്തിയാകുന്നു. ട്രാക്ക് നവീകരണം 100% പൂർത്തിയായി. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ 40 സ്റ്റേഷനുകളിൽ കൗണ്ടർ സ്ഥാപിച്ചു എന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ചു. വളവ് നിവർത്തൽ അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. വന്ദേ ഭാരതിൻ്റെതടക്കം വേഗത വർദ്ധിപ്പിക്കാൻ ട്രാക്കുകളുടെ വളവ് നിവർത്തണം. എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കിട്ടുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള വികസനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ട്രാക്ക് നിർമ്മാണത്തിന് വേണ്ട വസ്തുക്കളും സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് ശേഖരിക്കേണ്ടതെന്നതാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം. മാത്രമല്ല, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞ വേറൊരു ശ്രദ്ധേയമായ കാര്യം റെയിൽ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിലപാട് അറിയില്ല എന്നാണ്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ബഡ്ജറ്റ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് ജനക്ഷേമകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങളുള്ള ഇടക്കാല ബഡ്ജറ്റ് ആയിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നായിരുന്നു എല്ലാവരുടെയും നിഗമനം. പക്ഷേ ആ നിഗമനങ്ങളെല്ലാം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. വെറും 58 മിനിറ്റ് മാത്രം നീണ്ട തന്റെ 6ാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത്തരത്തിലൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, മധ്യവർഗം ഏറെ പ്രതീക്ഷിച്ചു. എങ്കിലും ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നു. തീരുവകളിൽ മാറ്റമില്ല. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത് മോദി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ബഡ്ജറ്റ് ചുരുക്കിയത്. ഇത് ഒഴിവാക്കാനായിരിക്കാം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഒഴിവാക്കിയതെന്നും കരുതപ്പെടുന്നു. വീണ്ടും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ടു പോകുന്നത്. കേന്ദ്രത്തിനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ബഡ്ജറ്റ്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങിയ ധനമന്ത്രി ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.